ഹായ്, ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ കക്കാടംപൊയിലേക്കാണ് കേട്ടോ. ഒരുപാട് റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കക്കാടംപൊയിലത്തെ റീൽസൊക്കെ വന്നത്. അപ്പോൾ പോകാൻ പറ്റിയ കാലാവസ്ഥ എന്ന് മനസ്സിലാക്കിയപ്പോൾ ചങ്ങായിമാരും കൂട്ടി കണ്ട് നേരെ വിട്ടു കക്കാടംപൊയിലേക്ക്. പോകുന്ന വഴിയൊക്കെ നല്ല കാറ്റും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവിടെ എത്താനായപ്പം ഒടുക്കത്തെ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. മുകളിലേക്ക് എത്തിയപ്പോൾ പിന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ ചങ്ങായിമാരെയൊക്കെ കൂട്ടിയാണ്ട് ഒരു ചായയും കുടിച്ചാണ്ട് വീണ്ടും യാത്ര തുടങ്ങി. കക്കാടംപൊയിലെത്തിയപ്പം അവിടുന്ന് റൈറ്റിലേക്ക് എടുത്തപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്കാക്കിയത് ആ ആനക്കുട്ടിയാണ് ബ്ലോക്കാക്കിയത്, KSRTC. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണി കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുരിശുമല എത്തിയപ്പോൾ ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ജനങ്ങൾ, ആ ജീപ്പൊക്കെ ഇറങ്ങി വരുന്ന കണ്ടോ, ഒടുക്കത്തെ ജനങ്ങളായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങളും കയറി തുടങ്ങി. എല്ലാവരും കുഴങ്ങി അങ്ങോട്ട് എത്തിക്കണേ. മുട്ടുമ്മ കൈയൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ കയറുന്നത്. ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ജീപ്പ് വരുന്നുണ്ട്. ഈ ജീപ്പ് ആ ഓഫ് റോഡ് ആ വഴിക്കൊക്കെ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ജീപ്പ് പോയതിന് ശേഷം അതിൻ്റെ പിന്നാലെ ഞങ്ങളും നടന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോഴാണ് അടുത്തൊരു മല കാണുന്നത്. ആ കാണുന്ന മലൻ്റെ മുകളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഞങ്ങളെങ്ങനെയൊക്കെയോ അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരുത്തന്നെ എൻ്റെ മുകളിലേക്ക് ഉരുണ്ട് മറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയപ്പോഴാണ് ഞാൻ സത്യാവസ്ഥ ഞങ്ങൾ അറിഞ്ഞത്. കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു, നല്ല കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. കാറ്റുള്ളത് കൊണ്ടായിരിക്കാം കോടമഞ്ഞില്ലാത്തത്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കോടമഞ്ഞ് ഇങ്ങനെ പാറി വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മുന്നിലുള്ള ആളെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. നല്ല ഇരുട്ടായി വന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ തിരിച്ചിറങ്ങി. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ മല ഇറങ്ങാൻ, വെളിച്ചമില്ലാത്തതുകൊണ്ട്. മഴ ആയതുകൊണ്ട് നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ താഴത്ത് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.